ഹായ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞ നമ്മൾ ഗോസസിലോ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓൾമോസ്റ്റ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗോസസ് ലോയും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കറിയാം ഗോസസിലോ ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടുന്ന് നല്ല വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാ വർഷങ്ങളിലും ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഗോസസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, നമ്മൾ പഠിച്ച 3 ആപ്ലിക്കേഷൻസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് എല്ലാം ചോദിക്കുന്നതാണ്. സോ വളരെ വ്യക്തമായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മുടെ ഗോസസ് ലോ. നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് തുടങ്ങാമല്ലോ. നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലക്സ് ഒക്കെ എന്തെന്ന് പറഞ്ഞായിരുന്നു. ഫ്ലക്സും ചാർജും റിലേറ്റ് ചെയ്യുന്ന ഒരു ലോ ആണ് ഗോസസ് ലോ പറയുന്നത്, റൈറ്റ്? എങ്ങനെയാ സ്റ്റേറ്റ്മെന്റ് പറയുന്നതെന്ന് തന്നെ ആദ്യം ആലോചിക്കുക. വെറുതെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ബൈ ഹാർട്ട് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിൽ ഓരോ വേർഡിനും മീനിങ് ഉണ്ട്. സോ അങ്ങനെ തന്നെ പറയാൻ നോക്കുക. ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ്. അതായത് ഒരു ചാർജ് ഒരു ക്ലോസ്ഡ് സർഫസിൽ ഉണ്ടെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0. അതൊരു കോൺസ്റ്റന്റ്. 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ്. നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന സർഫസിന്റെ ഉള്ളിൽ എൻക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ചാർജിന് ഇൻറ്റു 1/ε0 ആയിരിക്കും ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയാം. സോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഫ്ലക്സ് എന്താന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? സോ അങ്ങനെ ഈ ഗോസസിലൂടെ ആപ്ലിക്കേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി അല്ലേ? സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 3 concentric metallic spherical shells radius r, 2r, 3r are given charges q1, q2, q3 respectively. Fine. It is found that surface charge densities on the outer surfaces of the shells are equal. Okay. Then the ratio of charges given to the shells is. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സർഫസ് ചാർജ് ഡെൻസിറ്റിയും ചാർജിന്റെ ഇൻഡ്യൂസ്ഡ് ചാർജിനെ കുറിച്ചൊക്കെ പറയുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ ഒരു ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽസ് ഉണ്ട്. ഒന്നല്ല, 3 സ്ഫെറിക്കൽ ഷെൽസ് ഉണ്ട്. സോ ആ സ്ഫെറിക്കൽ ഷെൽസ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത് ഫസ്റ്റ് റേഡിയസ് r ഉള്ള സ്ഫെറിക്കൽ ഷെൽ, ദെൻ 2r ഉള്ള സ്ഫെറിക്കൽ ഷെൽ, ദെൻ 3r ഉള്ള സ്ഫെറിക്കൽ ഷെൽ. അയ്യോ, ഓക്കെ. സോ ഓരോന്നിന്റെ റേഡിയസ് r, ദിസ് വൺ ഈസ് 2r, ദെൻ 3r. റേഡിയസ് പറഞ്ഞിട്ടുണ്ട്, കോൺസെൻട്രിക് ആണ്, ഒരേ സെന്റർ ആണ്. ഫസ്റ്റിലെ ചാർജ് Q1 ആണ്, സെക്കൻഡിന്റെ ചാർജ് Q2 ആണ്, തേർഡിന്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജ് Q3 ആണ്. ഇനി നമ്മളോട് അവരുടെ സർഫസ് ചാർജ് ഡെൻസിറ്റീസ് സെയിം ആണെന്ന് പറയുന്നുണ്ട്. റേഷ്യോ ഓഫ് ദ ചാർജസ് Q1, Q2, Q3യുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, സിഗ്മയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു Q ബൈ സർഫസ് ഏരിയ എന്ന് നമുക്കറിയാം. സ്ഫിയർ ആയതുകൊണ്ട് സർഫസ് ഏരിയ 4πr² ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ ഡയറക്ട്ലി എഴുതാൻ ഒരു പോസിബിലിറ്റി, Q1 ബൈ 4πr1² അല്ലെ r² ഇസ് ഈക്വൽ ടു Q2 ബൈ 4π2r² ഇസ് ഈക്വൽ ടു Q3 ബൈ 4πr3² മീൻസ് 3r² എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ഹിഡൻ ഒരു അജണ്ട ഉണ്ട് ഈ ക്വസ്റ്റ്യനിൽ. ആക്ച്വലി നിങ്ങൾ നോക്കിക്കേ, ഈ ഫസ്റ്റ് സ്ഫിയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജ് Q1 ആണ്. സോ ഈ Q1 കാരണം ഒരു ഇൻഡ്യൂസ്ഡ് ചാർജ് -Q1 എന്ന് പറയുന്ന ഒരു ചാർജ് സെക്കൻഡ് സ്ഫിയറിന്റെ ആ ഒരു ഇന്നർ പാർട്ടിൽ ഡെവലപ്പ് ചെയ്യും. സിമിലർലി ഈ -Q1 കാരണം ഇവിടെ ഒരു +Q1 ഡെവലപ്പ് ആവും. Can you see? സോ സെക്കൻഡ് സ്ഫിയറിന്റെ സർഫസിൽ ഇപ്പോൾ ഉള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q1 + Q2 ആണ്. സിമിലർലി തേർഡ് സ്ഫിയറിന്റെ കേസ് നോക്കിക്കേ, ആ Q1 + Q2 കാരണം ഇതിന്റെ ഇന്നർ പാർട്ടിൽ -Q1 + Q2 എന്നൊരു ചാർജ് ഡെവലപ്പ് ആവും. -2 കോമൺ ആണ്, ബിക്കോസ് ഒരു എൻഡിൽ പോസിറ്റീവ് ആണ്, അപ്പുറത്ത് നെഗറ്റീവ് വരുന്നു. ആൻഡ് ഹിയർ Q1 + Q2 എന്നൊരു ചാർജ് വരുന്നു. ഇത് ചാർജ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, പ്രത്യേകിച്ചൊന്നുമില്ല. സോ ഇവിടെ ഞാനൊരു Q ചാർജ് വെച്ചു. അതിന്റെ നിയർ ബൈ ഈ സ്പേസിൽ, അതായത് ഇതൊരു മെറ്റാലിക് ഒബ്ജക്റ്റ് ആണെങ്കിൽ ഇവിടെ ഒരു -Q ഡെവലപ്പ് ആവും. ഇതിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ ഒരു +Q ഡെവലപ്പ് ആവും. ഇതിനെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയും.
കോണ്ടാക്ട് ഇല്ല, രണ്ട് സർഫസും കാരണം കോണ്ടാക്ട് ഇല്ല. കോണ്ടാക്ട് ഇല്ലാതെ തന്നെ ചാർജ് ഡെവലപ്പ് ആവുന്നതിനെ ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് ഓരോന്നിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റീസ് എഴുതാം. സർഫസ് ചാർജ് ഡെൻസിറ്റി σ1 ഈസ് ഈക്വൽ ടു ഫസ്റ്റിന്റെ σ1 ഈസ് ഈക്വൽ ടു ഫസ്റ്റിന്റെ സർഫസിലുള്ള ടോട്ടൽ ചാർജ് Q1 തന്നെയാണ്. സോ Q1 ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ സ്ഫിയർ ആണ് 4πr². 4πr². സിമിലർലി σ2 എന്ന് പറയുന്നു, σ2 ഈസ് ഈക്വൽ ടു σ2 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് സ്ഫിയറിന്റെ സർഫസിൽ ഇപ്പൊ ഉള്ള ടോട്ടൽ ചാർജ് എത്രയാണ്? Q1 ഉണ്ട്, Q2 ഉണ്ട്. സോ കറക്റ്റ് ആണ്, Q1 പ്ലസ് Q2 എന്ന് വരും. Q1 പ്ലസ് Q2 ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ 4π2r² എന്ന് വരും. ഓക്കെ. സോ തേർഡ് ഇൻറ്റു σ3 ഈസ് ഈക്വൽ ടു അതിന്റെ സർഫസ് Q1 ഉണ്ട്, Q2 ഉണ്ട്, Q3 ഉണ്ട്. സോ Q1 പ്ലസ് Q2 പ്ലസ് Q3 ഡിവൈഡഡ് ബൈ 4π3r². ഇത് മൂന്നും ഈക്വൽ ആണെന്നാ പറയുന്നത്. σ1 ഈസ് ഈക്വൽ ടു σ2 ഈസ് ഈക്വൽ ടു σ3 എന്ന് പറയുന്നുണ്ട്. സോ ഐ ക്യാൻ റൈറ്റ് σ1 ഈസ് ഈക്വൽ ടു σ2 ഈസ് ഈക്വൽ ടു σ3. ദെൻ നമുക്ക് എഴുതാം Q1 ഡിവൈഡഡ് ബൈ 4πr1² ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 ഡിവൈഡഡ് ബൈ 4πr2r² ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 ഡിവൈഡഡ് ബൈ 4π3r². 3r the whole square. ക്യാൻസൽ ചെയ്തോ. 4π r1 അല്ലായിരുന്നു കേട്ടോ, r അല്ലേ, എല്ലാം rന്റെ ടേംസിലാണ് തന്നിരിക്കുന്നത്. സോ 4π ക്യാൻസൽ, r² എല്ലാത്തിൽ നിന്നും ക്യാൻസൽ ആയി. ദെൻ റിമൈനിങ് എന്ത് കിട്ടും? Q1 by 1 is equal to Q1 plus Q2 divided by 4 is equal to Q1 plus Q2 plus Q3 divided by 9. 3യുടെ സ്ക്വയർ 9. ഇനി നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഫസ്റ്റ് രണ്ട് മാത്രം എടുത്തൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. സോ Q1 by 1 ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 by 4. സോ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4Q1 ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2. സോ Q1 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ 3Q1 ഈസ് ഈക്വൽ ടു Q2. സോ Q1 by Q2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1/3 എന്ന് കിട്ടും അല്ലേ? Q1ന്റെ Q2ന്റെ റേഷ്യോ കിട്ടി. ഇത് 3 പേരുടെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഇനിയും ചെയ്യണം. ബാക്കി ഞാൻ ഇങ്ങോട്ട് എഴുതാം. ഓക്കെ. സോ ഇനി സെക്കൻഡും തേർഡും എടുക്കാം. സോ ഇത് രണ്ടും നമ്മൾ ചൂസ് ചെയ്യാണ്. Q1 പ്ലസ് Q2 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3 ഡിവൈഡഡ് ബൈ 9. ഓക്കെ. സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9Q1 പ്ലസ് 9Q2 is equal to 4Q1 plus 4Q2 plus 4Q3. So subtract ചെയ്തേ. Q1 ഉം Q2 ഉം ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 5Q1 plus 5Q2 is equal to 4Q3 എന്ന് കിട്ടും. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഈ Q2 എന്ന് പറയുന്നത് എത്രയായിരുന്നു? Q2 is equal to 3Q1 ആണെന്ന് നമുക്കറിയാം. സോ ഈ ഇക്വേഷൻ നമ്മൾ 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5Q1 പ്ലസ് 5 ഇൻറ്റു Q2 3 ആണ്, 3Q1 ആണ്. സോ 15Q1 ഈസ് ഈക്വൽ ടു 4Q3. സോ ഫ്രം ഹിയർ നമുക്ക് എന്ത് കിട്ടും? 20Q ഈസ് ഈക്വൽ ടു Q1 ഈസ് ഈക്വൽ ടു 4Q3. സോ അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുകയാണ്. Q1 ബൈ 20Q1 ഈസ് ഈക്വൽ ടു, ഞാൻ ഇങ്ങോട്ട് എഴുതാണേ, 4Q3. സോ കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5Q1 ഈസ് ഈക്വൽ ടു Q3. സോ Q1 by Q3 is equal to 1/5 എന്നും കിട്ടി. റേഷ്യോ ആയില്ലേ? Q1 Q2 Q3യുടെ റേഷ്യോ ചോദിച്ചിരിക്കുന്നത്. Q1 1 ആണ്. നോക്കിക്കേ, Q1 by Q2 1/3യും Q1 by Q3 1/5 ആണെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ട് അവരുടെ റേഷ്യോ എങ്ങനെ എഴുതാം? Q1 is to Q2 is to Q3 is equal to എന്ത് വരും? Q1 1, Q2 3, Q3 5. 1:3:5 എന്ന് കിട്ടും. ഓപ്ഷൻ ഇല്ലേ? ഉണ്ടല്ലോ. സോ നമുക്ക് കിട്ടുന്ന ആൻസർ
1:3:5. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ബിക്കോസ് നിങ്ങൾ ആ ചാർജ് ഇൻഡ്യൂസ്ഡിന്റെ കേസ് ഓർക്കില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിലെ ചാർജ് Q1, അടുത്തേല് Q2, Q3 എന്ന് പറഞ്ഞ് ചെയ്യാനേ ചാൻസ് ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കറക്റ്റ് ആൻസർ കിട്ടില്ല. നിങ്ങൾ എപ്പോഴും ഓർക്കുക, ഒരു മെറ്റാലിക് ബോഡി ചാർജിനാണ്, അതിന്റെ അടുത്തൊരു മറ്റൊരു ബോഡി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർ തമ്മിൽ കോണ്ടാക്ട് ഇല്ലെങ്കിൽ പോലും ചാർജ് ഇൻഡ്യൂസ് ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ആണ്, നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ സ്കെയിലൊക്കെ ഹെയറിൽ റബ്ബ് ചെയ്തിട്ട് സ്മോൾ പേപ്പർ പീസിനെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ലേ? അതൊക്കെ ചാർജ് ഇൻഡക്ഷന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ ഈ ക്വസ്റ്റ്യൻ? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക. അതൊരു തിയറട്ടിക്കൽ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗോസസിലും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിക്കേ, ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ്. ഒരുപാട് തവണ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ്. നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ ഡെഫിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് പറഞ്ഞ, ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ നോർമൽ ടു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. NCERT പറയുന്നുണ്ട് സ്റ്റേറ്റ്മെന്റ്, അത് അങ്ങനെ തന്നെ അതിന്റെ ഡെഫിനേഷൻ പഠിക്കുക. ദെൻ ഇവർ ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് എഴുതുക, ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്വേഷൻ അറിയാലോ, ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു E dot A. നമുക്കറിയാവുന്ന ഇക്വേഷൻ, ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു E dot A ഇക്വേഷൻ എഴുതുക. ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സ് സ്കെയിലർ ആണോ വെക്ടർ ആണോ? ക്വസ്റ്റിന് ചോദിച്ചിട്ടില്ല, എന്നാലും നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇലക്ട്രിക് ഫ്ലക്സ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് ഫ്ലക്സ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണെന്ന് ഞാൻ പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ആണ്. രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന എന്തായിരിക്കും? സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫ്ലക്സ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. ഇനി ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റാ ചോദിക്കുന്നത്. യൂണിറ്റ് നമുക്ക് വേണമെങ്കിൽ ഏത് ഈക്വേഷനിൽ നിന്ന്, അല്ലെ ഫൈ ഈസ് ഈക്വൽ ടു Q/ε0 നമ്മുടെ ഗോസസ് ലോയുടെ ഇക്വേഷനിൽ നിന്നോ കണ്ടുപിടിക്കാം. നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ് അറിയില്ലെങ്കിലും നമ്മൾ പെട്ടെന്ന് യൂണിറ്റ്സിന്റെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ നമുക്കറിയാം C ചാർജ് ആണ്, Q ചാർജ് ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്താ? കൂളോംബ് ആണ് അല്ലേ? സോ കൂളോം. ε0യുടെ യൂണിറ്റ് അറിയോ? 8.85 into 10⁻⁻12 എന്താ യൂണിറ്റ്? C². n⁻⁻1 C², n⁻⁻1 m⁻⁻2 ആണ് നമ്മുടെ ε0യുടെ യൂണിറ്റ്. ആ യൂണിറ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ സ്ക്വയറും സിയും കൂടെ ക്യാൻസൽ ചെയ്തു. സോ C⁻⁻1 ഉണ്ട്, n ഉണ്ട്, m² ഉണ്ട്. Or I can write unit of electric flux is Newton meter square Coulomb⁻⁻1. ഇതാണ് നമ്മുടെ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈ ഈസ് ഈക്വൽ ടു E dot A എന്നും കണ്ടുപിടിക്കാം. സെയിം യൂണിറ്റ് തന്നെ കിട്ടും. ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം ആൻഡ് ഏരിയ മീറ്റർ സ്ക്വയർ. സോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ Coulomb⁻⁻1 ആണ് നമ്മുടെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ SI യൂണിറ്റ്. ചോദിക്കുകയും പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, Gauss's law in electrostatics is true for any closed surface, no matter what its shape or size. Justify the statement with the help of a suitable example എന്ന് പറയുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് അറിയാവുന്നതാണ്. ഗോസസ് ലോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കേസിൽ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളൊരു ഗോസിയൻ സർഫസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ആ ഗോസിയൻ സർഫസിന്റെ ഷേപ്പോ ഏരിയയോ ഒന്നും ഗോസസ് ലോയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊരു എക്സാമ്പിൾ വെച്ച് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. സോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തിങ്ക് ചെയ്യണം, എങ്ങനെ എനിക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനിഷ്യലി ഞാനൊരു സ്ഫിയർ ഓഫ് റേഡിയസ് 6 കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, 6 റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുന്നു. ഇതിന്റെ സെന്ററിൽ ഇവിടെ ഞാനൊരു Q ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. So that electric field lines will move away from the charge. Positive charge ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. So electric field lines will move away from the positive charge. So ഇവിടെ എനിക്ക് ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു, ഫൈ എന്ന് പറയുന്നത് നമുക്കറിയാം E dot A ആണ്. ഗോസസ് ലോ എത്തിയിട്ടില്ല. E dot A എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്താ ഇവിടെ വരിക? E dot A എന്ന് പറയുമ്പോൾ EA cos θ ആണ്. EA cos θ ആണ്. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എന്താ ഇവിടെ വരിക? ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഏരിയ വെക്ടർ എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ടു ഏരിയ. സോ ദിസ് ഓൾസോ ഏരിയ വെക്ടർ. സോ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും എങ്ങനെയാണ്? സെയിം ഡിറക്ഷൻ ആണ്. സോ cos 0 വരും. cos 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് EA cos 0, cos 0 1 അല്ലേ? cos 0 എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു E into A എന്ന് കിട്ടും.
ഓക്കെ, ഈ ഇൻറ്റു എന്ന് എഴുതുമ്പോഴേക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? ഒരു പോയിന്റ് ചാർജ് കാരണം r ഡിസ്റ്റൻസ് മാറിയുള്ള ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 1/4πε0 ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് Q/r². ഈ എ എന്ന് പറയുന്ന ഏരിയ ആണ്, സർഫസ് ഏരിയ ആണ്, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഏരിയ, വിച്ച് ഈസ് ഈക്വൽ ടു 4πr² എന്ന് കൊടുത്തു. സോ 4π ക്യാൻസൽ ആയി, r² ക്യാൻസൽ ആയി, വി ആർ ഗെറ്റിംഗ് Q/ε0. ഇതാണ് ഞാനിപ്പോൾ ചെയ്താണ് ശരിക്കും ഗോസസിലൂടെ പ്രൂഫ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഗോസസിലൂടെ പ്രൂഫാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്ത, ഇതിനെ നല്ല ഇലാബറേറ്റ് ചെയ്ത് കൺസിഡർ എ പോയിന്റ് ചാർജ്, പോയിന്റ് ആൻഡ് ഏരിയ DA എന്നൊക്കെ പറഞ്ഞെടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഏറ്റവും നന്നായിട്ട് എഴുതുന്നതാണ് ഗോസസിലൂടെ പ്രൂഫ് വരും. അതോടെ നിൽക്കട്ടെ. സോ Q/ε0 ആണ് എനിക്കിവിടെ ഫ്ലക്സിന്റെ വാല്യൂ കിട്ടുന്നത്. ഫൈൻ. ഇനി ഞാൻ ഇതിന് പകരം വേറൊരു സർഫസ് കൺസിഡർ ചെയ്യട്ടെ. 2r റേഡിയസ് ഉള്ള ഒരു കുറച്ചുകൂടെ ബിഗർ സ്ഫിയർ കൺസിഡർ ചെയ്തു. അതിന്റെ സെന്ററിലും Q ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കേസ് ആണ്. സെക്കൻഡ് കേസ് ആണ്. ഓക്കെ, സോ സെയിം ഇക്വേഷൻ, phi is equal to E dot A, so which is equal to EA cos 0. സെയിം വേ ഇവിടെ cos 0 1 ആയിരിക്കും. സോ cos 0, സോ EA എന്ന് കിട്ടും അല്ലേ. ഇയുടെ വാല്യൂ നമ്മൾ സെയിം എഴുതാണ്, 1/4πε0. ചാർജ് Q തന്നെ. ഡിസ്റ്റൻസ് എത്രയാ? ഫ്രം ദി ചാർജ് ടു ദി സർഫസ്. ഇത്ര ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2r റേഡിയസ് ഉള്ള സ്ഫിയർ ആയതുകൊണ്ട് ദാറ്റ് ഈസ് 2r സ്ക്വയർ ഇൻറ്റു ഏരിയ എത്രയാ? ഈ സ്ഫിയറിന്റെ റേഡിയസ് 2r ആണ്. സോ 4π ഇൻറ്റു 2r സ്ക്വയർ. 4π ഇൻറ്റു 2r സ്ക്വയർ. സോ 2r സ്ക്വയർ ക്യാൻസൽ, 4π ക്യാൻസൽ. Again I am getting Q/ε0. സോ സെയിം. നിങ്ങൾ നോക്കിക്കേ, നമ്മൾ രണ്ട് സ്ഫിയേഴ്സ് കൺസിഡർ ചെയ്തു. സെയിം ചാർജ് തന്നെ രണ്ട് സ്ഫിയേഴ്സ് കൺസിഡർ ചെയ്തു. ആ രണ്ട് സ്ഫിയറിന്റെ ഫസ്റ്റ് സ്ഫിയറിന്റെ റേഡിയസ് r ആയിരുന്നു, സെക്കൻഡ് സ്ഫിയറിന്റെ റേഡിയസ് 2r ആണ്. ഇനി 3r ഉള്ള സ്ഫിയർ യൂസ് ചെയ്താലും 5r ഉള്ള യൂസ് ചെയ്താലും ഏത് യൂസ് ചെയ്താലും നമ്മൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ ε0 ആയിരിക്കും. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ? ഇത് NCERT പറയുന്നില്ല, ഈ എക്സാമ്പിൾ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ ലോജിക്കലി തിങ്ക് ചെയ്യുക, അങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും, നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? യൂസ് ഗോസസ് ലോ ടു പ്രൂവ്, ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ്. യൂസ് ഗോസസ് ലോ ടു പ്രൂവ് ദാറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഈസ് 0. എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഈസ് 0. നമ്മൾ അതിന്റെ ഒരു പ്രൂഫ് ചെയ്യാൻ പോവാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സോ അതിനായിട്ട് നിങ്ങൾ എല്ലാ സ്റ്റെപ്സും എഴുതണം. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, ഞാൻ ഈ സ്ക്രീനിൽ എഴുതുന്ന മാത്രം എഴുതിയാൽ പോരാ, നിങ്ങൾ ആ ഡെറിവേഷൻ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. സോ ഐ എം കൺസിഡറിങ് എ സ്ഫിയർ. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ആണ്. യൂണിഫോംലി ചാർജ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെറ്റാലിക് ഫുട്ബോൾ ഒക്കെ ഇമാജിൻ ചെയ്യുക. അതിന്റെ സർഫസിൽ മൊത്തം ചാർജ് ഉണ്ട്. സോ സപ്പോസ് പോസിറ്റീവ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. റേഡിയസ് r ആണ്, ക്യാപിറ്റൽ R ആണ്. ഫൈൻ. നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ സ്ഫെറിക്കൽ ഷെൽ. അങ്ങനെയല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഈസ് 0 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഐ എം കൺസിഡറിങ് എ പോയിന്റ് ഇൻസൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ. ഓക്കെ, ഈ പോയിന്റിനെ ഞാൻ P എന്ന് വിളിക്കുന്നു. പോയിന്റ് പോയി. ഓക്കെ, സോ ഈ പോയിന്റിനെ നമ്മൾ P എന്ന് വിളിക്കുന്നു. P ഈസ് ഇൻസൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ. ഓക്കെ, സോ ഈ Pക്ക് ചുറ്റും നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന, എനിക്കിപ്പോൾ Pയിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. So you have to write, consider a point P which is inside the spherical shell and imagine a small area dA around it. അങ്ങനെയാണ് അതിന്റെ പ്രോസസ് നമ്മൾ എഴുതുന്ന, ഡെറിവേഷൻ എഴുതുന്ന നിങ്ങൾക്ക് അറിയായിരിക്കും. സോ കറക്റ്റ് വേയിൽ നമ്മൾ എങ്ങനെ എഴുതുക? ഇമാജിൻ ആൻ ഏരിയ DA around P. സോ ആദ്യം P ഇമാജിൻ ചെയ്യുന്നു. Pക്ക് ചുറ്റും നമ്മൾ DA എന്ന് പറയുന്ന ഒരു ഏരിയ ഇമാജിൻ ചെയ്യും. ദെൻ ആ DA നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും I am getting a sphere അല്ലേ? ആ സ്ഫിയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൗസിയൻ സ്ഫിയർ എന്ന് വിളിക്കും. ഓക്കെ, സോ ദിസ് ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ്സ് അവർ ഗൗസിയൻ സ്ഫിയർ, ഗൗസിയൻ സർഫസ് അല്ലെ സ്ഫിയർ.
ഇനി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഗോസിയൻ സ്ഫിയറിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സാണ് എനിക്ക് വേണ്ടത്. സോ നമ്മൾ എഴുതാണ് ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എ ആണ് നമ്മുടെ ഇക്വേഷൻ ഫൈ. സോ ഇ എ കോസ് തീറ്റ. ഹിയർ ഓൾസോ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയാ? ഏരിയ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്, റൈറ്റ്? സോ ഇതാ ഏരിയ വെക്ടറെങ്കിൽ ഇത് ഇങ്ങോട്ടാണ്, പോസിറ്റീവ് എന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, ഡി എ അല്ലെ ഏരിയ വെക്ടർ. സോ ഇ എ കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു എ. കോസ് 0 വന്നു, കോസ് 0 ഈസ് ഈക്വൽ ടു 1, സോ വിച്ച് ഈസ് ഇ ഇൻറ്റു എ. ഇ ഇൻറ്റു ഏരിയ ഓഫ് ദി ഏത് സ്ഫിയറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? എല്ലാവരും എപ്പോഴും ഒരു ഡൗട്ട്ഫുൾ ആക്കുന്ന ഒരു ഏരിയ ആണ്. സോ 2 സ്ഫിയേഴ്സ് ഉണ്ട് ഇവിടെ. ഇതിൽ ഏത് സ്ഫിയറാണ് നമ്മൾ ഏരിയ കൺസിഡർ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ആർ ആണോ സ്മോൾ ആർ ഉള്ള സ്മോൾ സ്ഫിയർ ആണോ എടുക്കേണ്ടത്? സപ്പോസ് എടാ ഈ ഗോസിയൻ സർഫസിന്റെ റേഡിയസ് ഞാൻ സ്മോൾ ലെറ്റർ ആർ കൊടുത്തിട്ടുണ്ട്. സോ ഏത് സ്ഫിയറാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ആ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത സ്ഫിയർ ആണോ, നമ്മൾ ലാസ്റ്റ് ഇമാജിൻ ചെയ്ത ഗോസിയൻ ഡോട്ടഡ് സ്ഫിയർ ആണോ? ഏതാ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്? ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദി പോയിന്റ് പി ആണ് നമുക്ക് വേണ്ടത്, അല്ലെ? പോയിന്റ് പിയുടെ ചുറ്റും ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ് നമുക്ക് വേണ്ടത്. സോ നിങ്ങൾ ഉറപ്പായിട്ട് ആ ഗോസിയൻ സ്ഫിയറിന്റെ ഏരിയ ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. എല്ലാവരും തെറ്റിക്കുന്നതാണ്. സോ ഇ ഇൻറ്റു 4 π ആർ സ്ക്വയർ, സ്മോൾ ലെറ്റർ ആർ ആണ് യൂസ് ചെയ്യുന്നത്. സ്മോൾ ലെറ്റർ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ഗോസിയൻ സ്ഫിയർ ആണ്, റേഡിയസ് ഓഫ് ഗോസിയൻ സർഫസ്. ഓക്കെ, ഓക്കെ, ഇതെവിടെ നിൽക്കട്ടെ. ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി, ഇക്വേഷൻ നമ്പർ 1. എനിക്ക് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ വേണ്ടത്? ഓക്കെ, സോ ഫ്രം ഗോസസ് ലോ വി നോ, ഗോസസ് ലോ നമുക്കറിയാം, ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഫൈയുടെ ഇക്വേഷൻ ആണ് നമുക്ക് ഇ ഇൻറ്റു 4 π ആർ സ്ക്വയർ കിട്ടിയത്, വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. വേർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ നിങ്ങളോട് ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ പലതവണ പറഞ്ഞു ക്യൂ ഈസ് ദ ചാർജ് ആണ്. വെറുതെ ചാർജ് എന്ന് പറഞ്ഞാൽ പോരാ. വാട്ട് ഈസ് ക്യൂ? ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദി ഗോസിയൻ സർഫസ് ആണ്. വേർ ക്യൂ ഈസ് ദ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ദി ഗോസിയൻ സർഫസ് ആണ്. ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഗോസിയൻ സർഫസ്, ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഗോസിയൻ സർഫസ് ആണ്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ കേസിൽ നമ്മുടെ ഡോട്ടഡ് ലൈൻ ആണ് ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞു. അതിനുള്ളിൽ എൻക്ലോസ് ചെയ്ത ഏതെങ്കിലും ചാർജ് ഉണ്ടോ? ഇല്ല. ഗോസിയൻ സ്ഫിയറിന്റെ ഔട്ട്സൈഡിലാണ് ഇവിടെ ചാർജ് മൊത്തം ഉള്ളത്. ഗോസിയൻ സ്ഫിയറിന്റെ ഇൻസൈഡിൽ ഇവിടെ ചാർജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഐ ഹാവ് ടു റൈറ്റ് ക്യൂ ഈസ് ഈക്വൽ ടു 0. സോ ഇ ഇൻറ്റു 4 π ആർ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ട് 4 π ആർ സ്ക്വയർ 0 ആവില്ലല്ലോ. ദെൻ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി 0. ഇങ്ങനെ ഈ ഇലക്ട്രിക് ഫീൽഡ് 0 ഇൻസൈഡ് എ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ എന്നുള്ളതിന് നമ്മളൊരു പേര് വിളിക്കും. എന്താ? ദിസ് ഫെനോമെന ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് വിളിക്കും, അല്ലെ? ദിസ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് വിളിക്കും. ക്വസ്റ്റ്യന് ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതും കൂടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. ബിക്കോസ് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യണം നമുക്കിതെല്ലാം അറിയാമെന്നുള്ളത് ഫീൽ ചെയ്യണം. സോ ആൻസർ ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 0. ദിസ് ഈസ് നോൺ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എഴുതാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിന്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മളിപ്പോൾ തണ്ടർ ആൻഡ് ലൈറ്റനിങ്, നല്ല ഇടിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് സേഫ് ആയിട്ട് കാറിനുള്ളിലിരിക്കാം. സോ നമ്മുടെ കാർ മെറ്റാലിക് ആണെന്ന് പറഞ്ഞാലും കാറിനുള്ളിലിരിക്കുമ്പോൾ നമ്മൾ വളരെ സേഫ് ആണ്. നമുക്ക് മിന്നലൊന്നും അല്ലെ അതിന്റെ ചാർജസ് ഒന്നും അഫക്ട് ചെയ്യില്ല. ബിക്കോസ് ഇൻസൈഡ് ഇനി സപ്പോസ് മിന്നലുണ്ടായി നമ്മുടെ കാറിന്റെ സർഫസ് ചാർജസ് ഒക്കെ ഉണ്ടെങ്കിലും ആ ചാർജസിനൊന്നും ഉള്ളിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് ഇൻസൈഡ് ദ conductor, inside the charged spherical shell. ഓക്കെ ആണല്ലോ? സോ ഇനി നമ്മൾ മൂവ് ചെയ്യാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങളെല്ലാം നല്ല ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ സിമ്പിൾ ആണെന്ന് ഓർക്കും. ഞാൻ ഇതിൽ നിന്ന് തന്നെ ഏറ്റവും സോർട്ട് ചെയ്ത് ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾ തന്നെ ചെയ്താൽ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ആ ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ പറഞ്ഞ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നിങ്ങൾ എന്തായാലും ചെയ്യും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല.
ഏറ്റവും നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഒക്കെ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. തിൻ ഇൻസുലേറ്റിംഗ് റോഡ് ഓഫ് ലെങ്ത് എൽ, ഫിഗർ കൊടുത്തിട്ടുണ്ട്, carries a uniformly distributed charge Q. Find the electric field strength at a point along its axis to distance A from the end. എവിടെ? സോ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോ ഇതനുസരിച്ച് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. സോ ഇലക്ട്രിക് ഫീൽഡ് ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയും, 1/4πε0 Q ബൈ ആ പോയിന്റ് ചാർജും നമ്മൾ എവിടെയാണോ ഇലക്ട്രിക് ഫീൽഡ് മെഷർ ചെയ്യുന്നത് ആ ഡിസ്റ്റൻസ്, അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് എടുക്കാം, സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് എടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടർ ആണ്, റോഡാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് അതിനെ ഇങ്ങനെ ചാർജസ് ആയിട്ട് പെറുക്കി എടുക്കാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലേ? ക്വാണ്ടൈസേഷൻ യൂസ് ചെയ്യുന്നത് വളരെ മൈക്രോസ്കോപ്പിക് ഏരിയാസിലാണ്. നമ്മൾ കുറച്ചുകൂടെ ബിഗർ റോഡൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴേക്കും ആ കേസിൽ ചാർജ് കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. സോ ഒരു വയറിലൊക്കെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഏതാ? ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. എനിക്ക് ഇലക്ട്രിക് ഫീൽഡാണ് വേണ്ടത്. സോ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 ചാർജ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. സോ ക്യൂ എന്ന് എഴുതിക്കോട്ടെ, ചാർജ് ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ്. അതിന് എന്താ എഴുതാം? ഡിസ്റ്റൻസ് എന്ന് തന്നെ എഴുതാം, ഡിസ്റ്റൻസ് സ്ക്വയർ. ഓക്കെ, ആറും എക്സും ഒക്കെ ഇവിടെ ഓൾറെഡി കുറെ എല്ലും എക്സും എയും ഒക്കെ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഇവിടെ ചാർജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, എനിക്ക് സിംഗിൾ ചാർജ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്നുള്ള ടേം ഞാനിവിടെ യൂസ് ചെയ്യുകയാണ്. സോ എനിക്ക് പറയാൻ പറ്റും ലാംഡ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ ആണ്. ക്യാപിറ്റൽ എൽ അല്ലേ നമ്മുടെ റോഡിന്റെ ലെങ്ത്. സോ ക്യൂ ബൈ എൽ. സോ ഐ ക്യാൻ റൈറ്റ് ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൽ എന്ന് പറയും. ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എൽ എന്ന് പറയും. അപ്പോഴും ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോഡ് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുക. നിങ്ങൾ നോക്കിക്കേ, സപ്പോസ് ഇവിടെ ഒരു ചാർജ് ഉണ്ട്, ആ ചാർജും നമ്മുടെ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത്. ആ സെയിം ഡിസ്റ്റൻസ് അല്ല നെക്സ്റ്റ് ചാർജുമായിട്ട് വരുന്നത്. സോ ഇങ്ങനെ ഓരോ ചാർജസും പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. ബിക്കോസ് റോഡ് ഇങ്ങനെ ഹൊറിസോണലി പ്ലേസ് ചെയ്തിരിക്കുകയല്ലേ. സോ ഈ ഡിസ്റ്റൻസും ഞാൻ ആദ്യം വരച്ച ഡിസ്റ്റൻസും സെയിം അല്ലല്ലോ, അല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? അങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലേക്ക് യൂസ് ചെയ്യുകയാണ്. ഇന്റഗ്രേഷൻ ഒക്കെ വരികയാണ്, നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം ഒരു സ്മോൾ ഡിസ്റ്റൻസ്, നമ്മുടെ റോഡിൽ ഒരു സ്മോൾ ഡിസ്റ്റൻസ് dx എന്ന് കൺസിഡർ ചെയ്യും. നമ്മുടെ റോഡിലെ തന്നെ എൽ ലെങ്ത് ഉള്ള റോഡിലെ ഒരു ചെറിയ പാർട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു, dx എന്ന് എടുക്കും. എന്നിട്ട് എക്സ് എന്ന് പറയുന്നത് ആ dx ടു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. സോ അതിനായിട്ട് 1/4πε0 ക്യൂ എന്ന് പറയുന്ന ലാംഡ എൽ ആണ്. എല്ലിന് പകരം ഞാൻ ഈ ഇത്ര ഏരിയ മാത്രമല്ല, ടോട്ടൽ ലെങ്ത് കൺസിഡർ ചെയ്യുന്നില്ല. ഞാൻ ഇതിലൊരു ചെറിയ പാർട്ട് dx എന്ന് പറഞ്ഞത്, സോ ഞാൻ ഈ യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഇത്രക്കില്ല, ഒരു വളരെ ചെറിയൊരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഏരിയ അല്ല, ഡിസ്റ്റൻസ്. ലാംഡ dx ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഡിസ്റ്റൻസ് എക്സ് ആണ്. സോ എക്സ് സ്ക്വയർ എന്ന് എടുക്കുന്നു, ദാറ്റ് ഈസ് DE ആണ്. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് dx ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഒന്നും മിസ്സായിട്ടില്ലല്ലോ. 1/4πε0 ലാംഡ dx ബൈ എക്സ് സ്ക്വയർ. ഇനി ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇന്റഗ്രൽ ഡി. എവിടെ മുതൽ എവിടം വരെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ദാറ്റ് മീൻസ് ഇന്റഗ്രേഷന്റെ ലിമിറ്റ്സ് എവിടെയാണ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് നോക്കിക്കേ. സോ നോക്കിക്കേ, നിങ്ങൾ ആദ്യം a ടു a പ്ലസ് എൽ അല്ലേ ലെങ്ത്. ലിസൺ. സോ പോയിന്റ് പി, ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പോയിന്റ് പി ടു ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് a ആണ്. ആ a ടു ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? a പ്ലസ് എൽ ആണ്. സോ a മുതൽ a പ്ലസ് എൽ വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ DE ഫ്രം ദി ലിമിറ്റ് a ടു a പ്ലസ് എൽ. ഓക്കെ, ലിമിറ്റ്സ് ഒക്കെ എഴുതുന്നത് ശ്രദ്ധിക്കണം. സോ ഇന്റഗ്രൽ a ടു a പ്ലസ് എൽ 1/4πε0 ലാംഡ dx ബൈ എക്സ് സ്ക്വയർ. സോ 1/4πε0യും ലാംഡയും കോൺസ്റ്റന്റ് ആ. സോ ലാംഡ ബൈ 4πε0 കോമൺ. ഇന്റഗ്രൽ a ടു a പ്ലസ് എൽ ലാംഡ വേണ്ട dx ബൈ എക്സ് സ്ക്വയർ.
dx/x² ഇന്റഗ്രൽ എന്താന്ന് ഓർമ്മയുണ്ടോ? dx/x² എന്ന് പറയുമ്പോൾ ഐ ക്യാൻ റൈറ്റ് ഇന്റഗ്രൽ x⁻² dx ആണ്. So which can be written as x⁻² + 1 divided by -2 + 1. ഓർമ്മയില്ലേ? So x⁻1 by -1 that can be written as -1/x എന്ന് എഴുതിക്കൂടെ? മറന്നോ ഇന്റഗ്രേഷൻ ഒക്കെ? സോ -1/x എന്ന് നമുക്ക് എഴുതാം. λ/4πε0 into -1/x within the limits a to a plus l. ഓക്കെ ആണല്ലോ? സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ തന്നെ എഴുതാം, λ/4πε0. നമ്മൾ എപ്പോഴും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റാണ് കൊടുക്കുന്നത് അല്ലേ? ഇവിടെ നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കട്ടെ. 1/a മൈനസ് 1/a പ്ലസ് എൽ. നിങ്ങൾ ആ നെഗറ്റീവ് വേണേൽ കോമൺ ഔട്ട് സൈഡ് എടുത്ത് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ആൻസർ സെയിം തന്നെ വരും. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു λ/4πε0 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ a പ്ലസ് എൽ മൈനസ് എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എ പ്ലസ് എൽ എന്ന് വരും. സോ നമ്മൾ ആൻസറിലേക്ക് എത്തി. -a + a പോയി. സോ λ/4πε0 ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എ പ്ലസ് എൽ എന്നുള്ള ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഇന്റഗ്രേഷൻ ഇപ്പം നിങ്ങൾ ഇതൊരു ഏറ്റവും സിമ്പിളസ്റ്റ് ഇന്റഗ്രേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി ഇൻ കേസ് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, സ്കൂളിൽ ഉടനെ തന്നെ മാത്സിൽ ഇത് എടുത്തോളും. ആ ബേസിക് ഇക്വേഷൻ എന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇന്റഗ്രൽ x⁻n dx എന്ന് കാണുകയാണ്. നിങ്ങൾ ഓർക്കുക, x⁻n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് എ കോൺസ്റ്റന്റ് ആണ് ആ ഇന്റഗ്രേഷന്റെ ഇക്വേഷൻ വരിക. സോ നോർമലി നിങ്ങളോട് കോമൺ ആയിട്ടും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടുള്ള ഇന്റഗ്രേഷൻ ആ മജോറിറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, സോ ഈ ആൻസർ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടുകയാണ്. ഞാൻ ലാസ്റ്റ് എഴുതിയ ഇന്റഗ്രേഷന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കാണത്തില്ല അല്ലേ? സോ വിൽ റൈറ്റ് 1 സെക്കൻഡ്. ഞാൻ ആവേശത്തിൽ എഴുതി പോയതാ. സോ ഇന്റഗ്രേഷന്റെ ഒരു ബേസിക് ഇക്വേഷൻ ആണ് ഇന്റഗ്രൽ x⁻n dx ഈസ് ഈക്വൽ ടു x⁻n+1 ഡിവൈഡഡ് ബൈ n+1 പ്ലസ് എ കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? സോ അതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കാം. മാത്സിൽ നിങ്ങൾ പഠിക്കും, എന്നാലും ഒന്ന് ഓർത്തിരിക്കാം. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാതെ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഒരെണ്ണം ചെയ്തൊന്ന് ഗ്രിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാമല്ലോ. ഓക്കെ, സോ ഇതെല്ലാവരും ഫെമിലിയർ ആണ്. ഈ ഒരു 2 ചാർജ്ഡ് സ്ഫെറിക്കൽ അല്ല, പ്ലെയിൻ ഷീറ്റ്സ് കാണാതെ നിങ്ങൾ +2 പഠിച്ച് കഴിയില്ല. ഉറപ്പായിട്ടും എവിടെയെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ടോ എക്സാമ്പിൾസ് ആയിട്ടോ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. 2 infinitely large plain thin parallel sheets having surface charge density σ1 and σ2 are shown in figure. Write the magnitude and direction of net field. ഒരുപാട് തവണ ഈ 3 എണ്ണം വെച്ചിട്ടുള്ളത് ഒരു കഴിഞ്ഞതിന് മുന്നത്തെ വർഷം 3 ഷീറ്റ്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ 2 ഷീറ്റ്സ് വെച്ചിട്ടുള്ളതാണ്. ഉറപ്പായിട്ടും ചോദിക്കാൻ നല്ല പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് ഈ തിൻ പാരലൽ ഷീറ്റ്സ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് പല കുട്ടികളും ഇതിങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചു നോക്കി, ഇത് പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയാണ് നടുക്ക് ഇലക്ട്രിക് ഫീൽഡ് അല്ലെ ഇവിടെ ഇന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബൈ ഹാർട്ട് ഓർത്തിരിക്കുന്ന കാണാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർ ഈ ക്വസ്റ്റ്യൻ ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്യും, അവർ വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റി കൊടുക്കും. അതുകൊണ്ട് നമുക്കിത് എങ്ങനെയാണ് ആ ബേസിക് ഐഡിയ കിട്ടുന്നത് അവിടെ തൊട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? സോ ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ്സ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ. പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ്സ് ആയതുകൊണ്ട് ഈ ഫസ്റ്റ് ചാർജ്ഡ് പ്ലേറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഞാൻ വരയ്ക്കാൻ പോവാം. ഡയറക്ഷൻ പോസിറ്റീവ്ലി ചാർജ് അല്ലേ, സോ മൂവ് എവേ ഫ്രം ദി പോസിറ്റീവ് ചാർജ് ആണ്. സോ E1 എന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓഫ് ഫസ്റ്റ് ഷീറ്റ് ആണ്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാം. 2 സൈഡിലേക്ക് വരച്ചാൽ മതി. ദെൻ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സെക്കൻഡ് പ്ലേറ്റ് ഞാൻ വൈറ്റ് കൊണ്ട് വരയ്ക്കാം. σ2 സെക്കൻഡ് പ്ലേറ്റിന്റെ, ഇതാണ് സെക്കൻഡ്, ഇത് ഫസ്റ്റ്. സോ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോസിറ്റീവ് അല്ലേ, സോ ഇങ്ങോട്ട് E1, ഇങ്ങോട്ട് E2, ഇങ്ങോട്ട് E2 തന്നെയല്ലേ ഇത്. ഓക്കെ, കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കിക്കേ, ഈ സെക്കൻഡും തേർഡും റീജിയൻസിലെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് റീജിയനിൽ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഓപ്പോസിറ്റ്.
തേർഡ് റീജിയനിൽ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഒരേ ഡിറക്ഷൻ. സോ അത് വെച്ച് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്നും ഇങ്ങനെ ബൈ ഹാർട്ട് ഓർത്തിരുന്ന് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ ചൂടാക്കേണ്ട കാര്യമില്ല. സോ സെക്കൻഡ് റീജിയൻ ഇലക്ട്രിക് σ1 ആണ് കൂടുതൽ എന്ന് പറയുന്നുണ്ട്. σ1 ഗ്രേറ്റർ ദാൻ σ2 എന്ന് പറയുന്നുണ്ട്. സോ σ1 കൂടുതലാണ്. എനിവേ E2 ഈസ് ഗ്രേറ്റർ ദാൻ E1 ആയിരിക്കും അല്ലേ? E2 ഗ്രേറ്റർ ദാൻ E1 ആയിരിക്കും. സോ ഈ കേസിൽ നമ്മുടെ സെക്കൻഡ് റീജിയനിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E2 മൈനസ് E1 ആയിരിക്കും. അത് ഏത് ഡിറക്ഷനിലായിരിക്കും? റൈറ്റിലേക്കായിരിക്കുമോ ലെഫ്റ്റിലേക്കായിരിക്കുമോ? E2ന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ കൂടുതൽ. സോ E2 കൂടുതലാണെങ്കിൽ E2 അല്ല കേട്ടോ, E1 അല്ലേ കൂടുതൽ. ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയല്ലോ. ഓക്കെ, ഐ എം സോറി. σ1 അല്ലേടാ ഗ്രേറ്റർ ദാൻ σ2 എന്ന് പറഞ്ഞിരിക്കുന്നത്. സിഗ്മ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? നിങ്ങൾ പറഞ്ഞായിരുന്നു. സിഗ്മ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ E1 ഗ്രേറ്റർ ദാൻ E2 ആണ്. സോ ഹിയർ ഐ ക്യാൻ റൈറ്റ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E1 മൈനസ് E2 ആണ്. സോ അത് ഏത് ഡിറക്ഷനിലായിരിക്കും? E1ന്റെ ഡിറക്ഷനിലായിരിക്കും അല്ലെ? E1 കൂടുതലായതുകൊണ്ട് E1ന്റെ ഡിറക്ഷനിലായിരിക്കും നമ്മുടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. E1ന്റെ ഡിറക്ഷൻ. സോ ടുവേർഡ്സ് E1 ഓർ ഇൻ ദി ഡിറക്ഷൻ ഓഫ് E1. ടുവേർഡ്സ് ഏത് എഴുതാൻ പറ്റും? റൈറ്റ് ആണ് അല്ലേ? ടുവേർഡ്സ് റൈറ്റ് വരും. ഓക്കെ, E1 ഗ്രേറ്റർ ആയതുകൊണ്ട് E1ന്റെ ഡിറക്ഷനിലായിരിക്കും. സെക്കൻഡ് കേസ് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസാണ് ഉള്ളത്. രണ്ടും ഒരേ ഡിറക്ഷനിലാണ്. സോ നമുക്കൊന്നും ചെയ്യണ്ട. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2 ആയിരിക്കും. E1 പ്ലസ് E2 എന്ന് പറയുമ്പോൾ E1 എന്ന് പറയുന്നത് σ/2 എപ്സിലോൺ 0 ആണ്. σ1/2 എപ്സിലോൺ 0. E2 is equal to σ2/2 എപ്സിലോൺ 0. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? പ്ലെയിൻ ഷീറ്റ്, ഇൻഫിനിറ്റ്ലി ലോങ് പ്ലെയിൻ ഷീറ്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു σ/2 എപ്സിലോൺ 0 ആണ്. സോ ഐ ക്യാൻ റൈറ്റ് 1/2 എപ്സിലോൺ 0 ഇൻറ്റു σ1 പ്ലസ് σ2 നമുക്ക് ആൻസർ കിട്ടും. ഇതിന്റെ ഡിറക്ഷൻ എങ്ങനെയാ? ടുവേർഡ്സ് റൈറ്റ് തന്നെയാണ് അല്ലേ? ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കോ, ഒരു ഡൗട്ടും ഇല്ല. എല്ലാ വർഷവും 2, 3 ഒക്കെ ഉള്ള പ്ലെയിൻ പാരലൽ ഷീറ്റ്സിന്റെ ചോദിക്കുന്നുണ്ട്. ടുവേർഡ്സ് റൈറ്റ് ആണ്. സോ ഈ കേസിലേയും കൂടെ നമുക്ക് എഴുതിയേക്കാം. σ1 മൈനസ് σ2 എന്ന് പറയുമ്പോൾ σ1/2 എപ്സിലോൺ 0 മൈനസ് σ2/2 എപ്സിലോൺ 0 എന്ന് വരും. സോ വിച്ച് ഈസ് σ1 മൈനസ് σ2/2 എപ്സിലോൺ 0 എന്ന് കിട്ടും. ഫൈൻ. സോ ഇത് റീജിയൻ 2-ലെയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടല്ലോ. റീജിയൻ 3 ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഇത് ബൈ ഹാർട്ട് പഠിക്കുന്നതിലും ബെറ്റർ. മേ ബി പോസിറ്റീവും നെഗറ്റീവും ചോദിക്കാം, എങ്ങനെ വേണേൽ തിരിച്ചു ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്ലെയിൻസ് കാണുമ്പോഴേക്കും അല്ലെ പ്ലെയിൻസ് കാണുമ്പോഴേക്കും അവരുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ വരയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് അത് ഓപ്പോസിറ്റ് ആണോ സെയിം ഡിറക്ഷൻ ആണോ എന്നനുസരിച്ച് ഈസി ആയിട്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡിറക്ഷൻ പറയാൻ പറ്റും. ഓക്കെ അല്ലേ? സോ മൂവിങ് ഓൺ. 8 dipoles of charges of magnitude E are placed inside a cube. Total electric flux coming out of the cube എന്നാ ചോദിച്ചിരിക്കുന്നത്. So we have a cube. ക്യൂബ് ആയില്ലേ? യാ. സോ ഈ ക്യൂബിനുള്ളിൽ നമ്മൾ 8 ഡൈപോൾസ് വെച്ചിട്ടുണ്ട്. എത്ര എണ്ണം? 8 എണ്ണം. 1 2 3 4 5 6 7 8. 8 ഡൈപോൾസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ദി ക്യൂബ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഗോസസ് ലോ അല്ലേ? 8 ഡൈപോൾസ് ഉള്ളപ്പോൾ ടോട്ടൽ ചാർജ് എത്രയായിരിക്കും? ഒരെണ്ണാണെങ്കിൽ 2q, 8 എണ്ണാണെങ്കിൽ 2q × 8 എന്ന് പറയാൻ തോന്നരുത്, ഒരിക്കലും തോന്നരുത്. ബിക്കോസ് ഡൈപോളിന്റെ നെറ്റ് ചാർജ് 0 ആണ്. ഓർമ്മയുണ്ടോ? ഡൈപോൾ എന്ന് പറയുമ്പോൾ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആണ്. സോ ഒരു ഡൈപോളിന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. -q + q 0 ആണ്. സോ 8 ഡൈപോൾസ് വെച്ചാലും നെറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ടോട്ടൽ ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുക. ഇനി ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വൺ നമ്മളോട് ചോദിക്കുകയാണ് 7 ഡൈപോൾസ് അറേഞ്ച് ചെയ്തു. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കോ 8 എണ്ണം ക്യാൻസൽ ആയി പോയിട്ട് 1 വരെ, അങ്ങനെ ഒന്നും വിചാരിക്കല്ലേ. ഏത് 1 ഡൈപോളോ 2 ഡൈപോളോ എത്ര ഡൈപോൾസ് ഒരു ക്യൂബിനുള്ളിലോ സ്ഫിയറിനുള്ളിലോ പ്ലേസ് ചെയ്താലും ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ് എന്നുള്ളത് 0 വരും. ബിക്കോസ് ഡൈപോളിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ്. സോ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുക. ഓക്കെ. സോ ആൻസർ എന്ത് വരും?
0 എന്ന് നമുക്ക് കിട്ടും. മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ചാർജ് Q is placed at the center of a cube of side A. What is the electric flux passing through each face of the cube? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അല്ല, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഇവിടെ നമുക്കൊരു ക്യൂബ് ഉണ്ട്. ഓക്കെ, സോ ഈ ക്യൂബിനുള്ളിൽ ഒരു ചാർജ് ക്യൂബിനുള്ളിൽ ഒരു ചാർജ് Q പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, സോ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ ഈച്ച് ഫേസ് ഓഫ് ദി ക്യൂബ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഓരോ സൈഡിൽ കൂടെ ഓരോ ഫേസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. ഫൈ ഈസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0 ആണ് ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദി ക്യൂബ് എന്ന് പറയുന്നത്. ക്യൂബിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ 0. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ക്യൂബിലൂടെ ഉള്ളതാണോ വേണ്ടേ? അല്ല, ഫ്ലക്സ് പാസിംഗ് ത്രൂ വൺ സൈഡ് ഓർ വൺ ഫേസ് ഓഫ് ദി ക്യൂബ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട് അല്ലേ? സോ ടോട്ടൽ Q ബൈ എപ്സിലോൺ 0 ആണെങ്കിൽ ഓരോ ഫേസിലൂടെയും പാസ് ചെയ്യുന്ന എത്രയായിരിക്കും? Q ബൈ എപ്സിലോൺ 0 ആണ് ടോട്ടൽ. അതിന്റെ 1/6 ആയിരിക്കില്ലേ ഓരോ ഫേസിലൂടെയും പാസ് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് Q ബൈ 6 എപ്സിലോൺ 0. ഇത് NCERTയിലെ അഡീഷണൽ ക്വസ്റ്റ്യൻസിൽ കിടക്കുന്ന, ഇന്ന് പോയി നോക്കണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ? ഇതേപോലെ പല ടൈപ്പ് ഈ സെയിം ആണെന്ന് തോന്നുന്ന രീതിയിൽ പല ഡിഫറെന്റ് ക്വസ്റ്റ്യൻസും ചോദിക്കും. ഇപ്പൊ പ്രീവിയസ് വണ്ണും ചോദിച്ചു, ഇതും ചോദിച്ചു. രണ്ടും ക്യൂബാണ്. ഒരു കേസിൽ ഡൈപോൾ ആണ്. സോ ടോട്ടൽ ചാർജ് 0 ആണ്, ഫ്ലക്സ് 0 ആണ്. ഇവിടെ ഒരു ഫേസിലൂടെ ചോദിക്കുന്നത്. ടോട്ടൽ ആണെങ്കിൽ Q ബൈ എപ്സിലോൺ 0. ഒരു സൈഡ് ഓഫ് ദി ക്യൂബ് ആയതുകൊണ്ട് 1/6 ഇൻറ്റു Q ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. ഓക്കെ, സോ മൂവിങ് ഓൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഈവൻ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ ചോദിക്കാറുണ്ട്, ഫോഴ്സിന്റെ കേസിലൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. A charge Q is placed at the center of a line joining two equal charges. So Q എന്ന് പറഞ്ഞ രണ്ട് ചാർജസ് ഉണ്ട്. അതിന്റെ മിഡിലിൽ ഒരു സ്മോൾ Q ചാർജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. So this distance x, this is also x. The system of three charges in equilibrium എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവരുടെ മൊത്തം, അതായത് ഈ സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. സോ വെൻ എ സിസ്റ്റം ഈസ് ഇൻ ഈക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ആ സിസ്റ്റത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഈക്വിലിബ്രിയത്തിന്റെ മീനിങ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഇടാ ഞാൻ ഈ പോയിന്റ് 1 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യും. സോ ആ പോയിന്റിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു 0 ഈക്വിലിബ്രിയം ആണെങ്കിൽ. സോ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാ? 1, 2, 3 എന്ന് മാർക്ക് ചെയ്യട്ടെ. ഈ 3 ചാർജിനെയും എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സസ് എന്ന് പറയുന്ന ഫോഴ്സ് ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 2, ദെൻ ഫോഴ്സ് ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു 3 ഇസ് ഈക്വൽ ടു 0. എല്ലാവരും തെറ്റിക്കാനുള്ള ചാൻസ് എവിടെയാണെന്ന് പറയട്ടെ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും? ആ മിഡിൽ ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. കിട്ടില്ല, അത് നമുക്ക് ആൻസർ കിട്ടില്ല. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു സിസ്റ്റം ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയുകയാണ്, എന്നിട്ട് ഫൈൻഡ് ഏതെങ്കിലും ചാർജ് അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എപ്പോഴും ആ ഒരു സിസ്റ്റത്തിന്റെ ഒരു എൻഡിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു എൻഡ്. സോ ഞാൻ ഈ 1ൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ F12 എന്ന് പറയുന്നത് 1/4πε0. Q1, Q2 എന്ന് പറയുന്നത് ഇവിടെ Q ഇൻറ്റു Q ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ എന്ന് പറയുന്നത് x സ്ക്വയർ ആണ് അല്ലേ? പ്ലസ് 1/4πε0, 1ഉം 3ഉം കൂടെയുള്ള. സോ Q സ്ക്വയർ, Q ഇൻറ്റു Q അല്ലേ? സോ Q സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 2x സ്ക്വയർ ഈക്വൽ ടു 0. സോ 1/4πε0 Q by x square is equal to 1 minus ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് വരില്ലേ? -1 1/4πε0 Q square by 4x square. 4x square എന്ന് വരും.
So 1 by 4 pi epsilon 0, 1 by 4 pi epsilon 0, q cancel, x square cancel. So I am getting q is equal to minus q by 4 എന്ന് ആൻസർ കിട്ടാം. സോ നിങ്ങൾ മിഡിൽ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സൈഡും ക്യാൻസൽ ആയി പോകും, ആൻസർ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും ആ എൻഡിലുള്ള ഒരു പോയിന്റിലെ നെറ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കുക. ബാക്കി ഈസിയാണ്, ജസ്റ്റ് ഇക്വേഷൻ എഴുതുക, റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഒന്ന് മാറ്റുക, ക്യാൻസൽ ചെയ്തോളെ. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A point charge 10 microcoulomb is at a distance 5 centimeter directly above the center of a square of side 10 centimeter. Very good. As shown in figure. What is the magnitude of electric flux through the sphere എന്നാണ് question. Electric flux ചോദിക്കുക. Okay. Electric flux in the equation anyway നമ്മുടെ Gauss's law ആയിരിക്കും. But Gauss's law apply ചെയ്യണമെങ്കിൽ നമുക്കൊരു closed surface വേണ്ടേ? ത്രൂ ദി സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് phi is equal to q by epsilon 0 എന്ന് എഴുതണമെങ്കിൽ ഐ ഹാവ് ടു കൺസിഡർ എ ക്ലോസ്ഡ് സ്പേസ്. സോ ഞാൻ ഈ സ്ക്വയറിന് ചുറ്റും ഒരു ക്ലോസ്ഡ് സ്ഫിയർ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, സോ സപ്പോസ് ഇവിടെ ഒരു ചാർജ് 10 മൈക്രോ കൂളംബ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റും നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ക്യൂബ് കൺസിഡർ ചെയ്യാം. അതിൻ്റെ നടുക്ക് 10 മൈക്രോ കൂളംബ് ഉണ്ട്. ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ഇനി ചോദിക്കുന്നത്. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. ക്യൂയുടെ വാല്യൂ 10 മൈക്രോ കൂളംബ് ആണ്. 10 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 6 ആണ്. എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്കറിയാം 8.85 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 12 ആണ്. ഇത് ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദി ക്യൂബ് ആണ്. നമ്മളോട് ക്യൂബ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഫ്ലക്സ് പാസിംഗ് ത്രൂ ദി സ്ക്വയർ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഒരു ആപ്ലിക്കേഷൻ, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ കാണുന്നത്. ഓക്കെ, സോ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദി സ്ക്വയർ എന്തായിരിക്കും? ക്യൂബിന്റെ 1/6 ആയിരിക്കുമല്ലോ ഒരു സ്ക്വയർ. സോ 1/6 ഇൻറ്റു ക്യൂ ബൈ എപ്സിലോൺ 0. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു 10 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 6 ഡിവൈഡഡ് ബൈ 8.85 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 12. നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. സ്റ്റേറ്റുകാർക്ക് കാൽക്കുലേറ്റർ ഒക്കെ യൂസ് ചെയ്യാം, പക്ഷെ വേണ്ട, നമുക്കൊന്ന് ചെയ്തിട്ട് ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് കണ്ടുപിടിക്കാം. 10 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 5 ഡിവൈഡഡ് ബൈ 8.85 ഒരു 9 ഇട്ടൊക്കെ ചെയ്തോ. 9 ഇൻറ്റു 6 54 ഇൻറ്റു 10 ടു ദ പവർ മൈനസ് 12 എന്ന് കിട്ടി. സോ 10/54 എന്ന് പറയുമ്പോൾ 100/54 ആണെങ്കിൽ എനിവേ 2നേക്കാളും കുറവുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക, റൈറ്റ്? 10/54 ലൈക്ക് ഒരു പവറും കൂടി ഇട്ട് കഴിഞ്ഞാൽ 100/54. സോ 2നേക്കാളും ജസ്റ്റ് കുറവുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മളിത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് 1.9 കിട്ടും. ഇനി ആ പവർ ഒന്ന് നോക്കിക്കേ. 100 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ 100/54, 100 ആവണേ ഇവിടെ -6 വരും. എത്ര വരും പവർ? 1.9 ഇൻറ്റു 10 ടു ദ പവർ 5 കിട്ടും. -12 പൊക്കത്തിൽ പോയി, പിന്നെ ആ മൈനസും കൂടെ മാറിക്കഴിയുമ്പോൾ 1.9 ഇൻറ്റു 10 റൈസ് ടു 5 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളം. നമ്മൾ കണ്ടായിരുന്നു യൂണിറ്റ്. അതായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നോർമലി ന്യൂമറിക്കൽസ് ചെയ്യുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കുക. ആൻസറിൽ ഓപ്ഷൻസ് ഉള്ള കേസിലാണ് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ അധികം കാൽക്കുലേഷൻസ് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റും. ഈ സെയിം ക്വസ്റ്റ്യൻ ഇനി ഓപ്ഷൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ആൻസർ തന്നെ കിട്ടും. ഓക്കെ അല്ലേ? സോ നമ്മുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. 1.9 ഇൻറ്റു 10 ടു ദ പവർ 5 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാമല്ലോ. ഓക്കെ, ഇത് നമ്മൾ കണ്ടല്ലേ. സോ ഹൗ ഡസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ എ സ്ഫെറിക്കൽ ഗോസിയൻ സർഫസ് ഗെറ്റ് അഫക്റ്റഡ് വെൻ ദി റേഡിയസ് ഈസ് ഇൻക്രീസ്ഡ്? റേഡിയസ് കൂട്ടുക. സോ ഒരു സ്ഫിയറിന്റെ റേഡിയസ് കൂട്ടിക്കഴിഞ്ഞാൽ ഫ്ലക്സിന് എന്ത് ചേഞ്ച് വരുമെന്നാണ് ചോദിക്കുന്നത്. ഇത് നമ്മളൊരു എക്സാമ്പിൾ ഒക്കെ വെച്ച് നമ്മൾ ഇതിന് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. ആ ക്വസ്റ്റ്യൻ വേറൊരു പോയിന്റിൽ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് അല്ലേ. സോ നമുക്കറിയാം, അക്കോർഡിംഗ് ടു ഗോസസ് ലോ, ഹൗ യു ഹാവ് ടു റൈറ്റ് ദ ആൻസർ? അക്കോർഡിംഗ് ടു ഗോസസ് ലോ, ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ ഗോസിയൻ സർഫസ് ഈസ് ഈക്വൽ ടു q ബൈ എപ്സിലോൺ 0. ഫ്രം ദ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് പറയത്തില്ലേ, ഇറ്റ് ഡസൻ നോട്ട് ഡിപ്പെൻഡ് ഓൺ റേഡിയസിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ യു ക്യാൻ കൺസിഡർ എ സ്ഫിയർ ഓഫ് റേഡിയസ് r ആണ്. സോ ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു, ഫ്ലക്സിന്റെ ബേസിക് ഇക്വേഷൻ EA കോസ് തീറ്റ യൂസ് ചെയ്യുക. EA കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ കോസ് 0 വരും.
അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് ഏരിയ ഇങ്ങോട്ട് വരും. സോ EA cos 0 1 ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു എ എന്ന് വരും. നമ്മൾ ഈ സെയിം ചെയ്തതാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ പോയിന്റ് ചാർജ് 1/4πε0 Q/r² ആണ്. ഏരിയ 4πr² ആണ്. സോ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? r² പോകുമ്പോൾ Q/ε0 എന്ന് കിട്ടും. സെയിം ചാർജ് തന്നെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. റേഡിയസ് ഡബിൾ ആക്കി, കാണുമ്പോൾ തോന്നില്ല അല്ലേ? സോ റേഡിയസ് ഡബിൾ ആക്കാം. സോ റേഡിയസ് ഡബിൾ ആയി, കുറച്ച് വലുതാക്കി. സോ ഇവിടെ റേഡിയസ് 2r ആണ്. സെയിം വേ ഫൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? EA cos 0 1 ആ. ഇയുടെ വാല്യൂ 1/4πε0. Q ചാർജിന് ചേഞ്ച് ഒന്നുമില്ല. Q/r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്, 2r² വരും, ഇൻറ്റു 4π ഇൻറ്റു 2r². സെയിം വേ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് Q/ε0 എന്ന് കിട്ടും. ഹെൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഗോസിയൻ സർഫസിലൂടെ അല്ലെ ടോട്ടൽ ഫ്ലക്സ് ഡസ് നോട്ട് അഫക്ട് the shape, or when the radius double there is no change in total flux passing through the Gaussian surface എന്ന് എഴുതി പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ എഴുതുന്ന വേ ആണ്. നിങ്ങൾ എത്ര നന്നായിട്ട് നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിലും അത് എത്ര നന്നായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? സോ അത് മാക്സിമം ശ്രദ്ധിക്കുക. ഇപ്പം മുതലേ ശ്രദ്ധിച്ചാലേ ഉള്ളൂ നമുക്ക് ബോർഡ് എക്സാം ആകുമ്പോഴേക്കും നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പോവാലോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, എ പോയിന്റ് ചാർജ് causes an electric flux of -1 into 10⁻³ ഫ്ലക്സ് തന്നിട്ടുണ്ട് അല്ലേ? pass through a spherical Gaussian surface 10 cm radius centered on the charge. Okay, സെയിം വേയിലുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? നോക്കിയേ. ഇഫ് ദ റേഡിയസ് ഡബിൾ ചെയ്തു, ഹൗ മച്ച് ഫ്ലക്സ് വുഡ് പാസ് ത്രൂ ദ സർഫസ്? ജസ്റ്റ് മുന്നേ കണ്ടതാണ്. ഒരു സെയിം ഐഡിയ തന്നെ എത്ര തവണ എത്ര ഡിഫറെൻറ്റ് ടൈപ്പായിട്ടാണ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരിക്കുന്നതെന്ന് കണ്ടോ? ന്യൂമറിക്കലായിട്ട്, തിയറട്ടിക്കലായിട്ട്, പ്രൂവ് ചെയ്യാൻ പറഞ്ഞ് ഇതെല്ലാം സെയിം കോൺസെപ്റ്റ് ആണ് ചോദിക്കുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തത് സെയിം കോൺസെപ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടണം. അല്ലെ നിങ്ങൾ ഓർക്കും പല ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പല ടൈപ്പാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. ഇതെല്ലാം ഒരേ പോയിന്റ് ആണ് നമ്മളോട് പറയുന്നത് അല്ലേ? സോ ഫ്ലക്സിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഫ്ലക്സ് വിൽ ബി സെയിം ആയിരിക്കും. എത്ര ഫ്ലക്സിന്റെ വാല്യൂ ഇവിടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം? -1 ഇൻറ്റു 10⁻³ തന്നെയായിരിക്കും കിട്ടുക. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളോംബ് ആണ്. സോ -1 ഇൻറ്റു, സോ ദാറ്റ് ഈസ് -10⁻³ -10⁻³ രണ്ട് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് പോയിന്റ് ചാർജ്? പോയിന്റ് ചാർജിന്റെ വാല്യൂ ചോദിക്കുന്നുണ്ട്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ ഗോസസ് ലോ യൂസ് ചെയ്താൽ പോരെ? സോ ഫൈ ഈസ് ഈക്വൽ ടു Q/ε0. Q ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ε0. Phi is equal to -1 into 10⁻³ ε0 8.85 into 10⁻12. So answer will be എത്ര കിട്ടും? -8.85 into ഇവിടെ +3 അല്ലായിരുന്നു. ഓക്കെ, സോ 10⁻⁻9 കൂളോം എന്ന് കിട്ടും. ഏത് ഓപ്ഷൻ? -8.5 -9 ഇവര് നാനോ കൂളോം എന്ന് എഴുതിയിട്ടുണ്ട്. നാനോ കൂളോം എന്ന് വരും. സോ ഏത് ഓപ്ഷനാ? ഫസ്റ്റ് ഓപ്ഷനാ വരുന്നത് അല്ലേ? ഓക്കെ ആണല്ലോ. സോ സെയിം വേയിൽ തന്നെ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ഗോസസ് ലോ എന്നുള്ള ഏരിയ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഒരു 3 മാർക്ക് അല്ലെ 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഈ ഏരിയയിൽ നിന്ന് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ അതിൽ കൂടുതലും ചോദിക്കാവുന്ന വളരെ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ. മൂവിങ് ഓൺ. ഇതൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നുണ്ടോ? അതോ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു? നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ഒരു ഡിഫറെന്റ് വേയിൽ ചോദിച്ചിരിക്കുന്നതാണ്. ഫോർ എ തിൻ സ്ഫെറിക്കൽ ഷെൽ ഓഫ് യൂണിഫോം സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് r when r is greater than r. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എവിടെയാണ് ഇത് കണ്ടിട്ടുള്ളത്? നമ്മൾ ഗോസസിലൂടെ ഒരു ആപ്ലിക്കേഷൻ പഠിച്ചായിരുന്നു, യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ. അതിന്റെ ഒരു കേസ് നമ്മൾ ചെയ്തു, ഇൻസൈഡ് ദ സ്ഫെറിക്കൽ ഷെൽ. ഇത് ഔട്ട്സൈഡ് ദ സ്ഫെറിക്കൽ ഷെല്ലല്ലേ ഈ ചോദിക്കുന്നത്. സോ നിങ്ങൾ പഠിക്കാത്ത ഒന്നും എക്സാമിന് ചോദിക്കില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവോ, ഇത് ഞാൻ ആ പഠിച്ച സംഭവമാണെന്ന് ഓർക്കുന്നിടത്താണ് നിങ്ങളുടെ പോയിന്റ് കിട്ടുക. ഓക്കെ, സോ നമുക്കിത് ചെയ്ത് നോക്കാമല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ ഇത് നമ്മുടെ സ്ഫെറിക്കൽ ഷെല്ലാണ്, ഓഫ് റേഡിയസ് r എന്ന് പറയുന്നുണ്ട്. ആൻഡ് വി ആർ കൺസിഡറിങ് എ പോയിന്റ് P വിച്ച് ഈസ് r ഡിസ്റ്റൻസ് അവേ ഫ്രം ദി സെന്റർ. ഞാൻ ആ ഡെറിവേഷന്റെ അതേ വേയിൽ പറയുകയാണേ.
സോ കൺസിഡർ, ഇവിടെ ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഡി എ. ഡി എക്ക് ചുറ്റും നമ്മളൊരു ഇമാജിനറി സ്ഫിയർ കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് വി ആർ കോളിംഗ് അസ് ഗോസിയൻ സ്ഫിയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, സോ ടോട്ടൽ ഫ്ലക്സ് പാസിംഗ് ത്രൂ അവർ ഗോസിയൻ സർഫസ് ഈസ് ഈക്വൽ ടു Q by epsilon 0 എന്ന് എനിക്കറിയാം. ഫ്ലക്സിന്റെ ഇക്വേഷൻ E ഇൻറ്റു എ ആണ്, ഏരിയ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു Q by epsilon 0 എന്ന് എഴുതുന്നു. ലിസൺ, ഇവിടെ ഏത് ഏരിയ ഞാൻ കൺസിഡർ ചെയ്യുന്നത്? സ്മോൾ ഏരിയ വേണോ, അതായത് 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണോ 4π സ്മോൾ ആർ സ്ക്വയർ ആണോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയയിൽ കൺസിഡർ ചെയ്യേണ്ടത്? എടാ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗോസിയൻ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ്. ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു, ഗോസിയൻ സർഫസിലൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഗോസിയൻ സർഫസിന്റെ ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, 4π ആർ സ്ക്വയർ. ഓക്കെ, ക്യൂവിനെ സിഗ്മയുടെ ടേംസിൽ പറയണം. സിഗ്മ ഇസ് ഈക്വൽ ടു Q by A. ഏത് ഏരിയ ഇവിടെ കൺസിഡർ ചെയ്യണ്ടേ? വീണ്ടും ഒരു ഡിഫറെന്റ് ഏരിയ വന്നു, അതോ സെയിം ഏരിയയോ? ഏത് ഏരിയ കൺസിഡർ ചെയ്യണ്ടേ? ചാർജ് ഏത് സ്ഫിയറിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ഏത് സ്ഫിയറിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? 4π ക്യാപിറ്റൽ ആർ ഉള്ള സ്ഫിയറിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? ഇതിലാണ് നമ്മൾ ചാർജ് മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിന്റെ ഏരിയ ആണ് ചാർജ് അല്ലെ സിഗ്മ എടുക്കുമ്പോൾ എടുക്കേണ്ടത്. സോ ഐ ക്യാൻ റൈറ്റ് Q ഈസ് ഈക്വൽ ടു Q എന്ത് വരും? സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ. സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ. ആൻസർ ആയോ? നോക്കി, ഇനി ഇവിടെ നോക്കി തന്നെ നമുക്ക് പറയാം ഏത് ഓപ്ഷൻ. E ഇൻറ്റു 4π ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4π ആർ സ്ക്വയർ. ഏതാ ഓപ്ഷൻ വരിക? ഇവിടെ ഒരു എപ്സിലോൺ 0 ഞാൻ മിസ്സാക്കിയോ? ഓക്കെ, എപ്സിലോൺ 0 ഉണ്ട്. സോ പറഞ്ഞേ. അയ്യോ, ഇവിടെ അല്ലല്ലോ, എപ്സിലോൺ 0നെ ഞാൻ എഴുതാൻ വിട്ടുപോയല്ലോ. എപ്സിലോൺ 0 എവിടെയാ വരിക? Q by epsilon 0 അല്ലേ? ഇവിടെയല്ലേ എപ്സിലോൺ 0? സോ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. E ഇൻറ്റു 4π ആർ സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ 0 ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ. കഴിഞ്ഞു. നോക്കിക്കേ ഏത് ഓപ്ഷനാണ് വരിക? ഓർ ഐ ക്യാൻ റൈറ്റ്, ഒരു സ്റ്റെപ്പ് കൂടെ വേണേൽ എഴുതാം. സിഗ്മ ഇൻറ്റു 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π ആർ സ്ക്വയർ ഇൻറ്റു എപ്സിലോൺ 0. ഏത് ഓപ്ഷനാണ്? ബി അല്ലേ വരുന്നത്? സിഗ്മ ഇൻറ്റു 4π ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4π എപ്സിലോൺ 0 ഇൻറ്റു ആർ സ്ക്വയർ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ ബേസിക്കലി നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ആണ്. അത് മാത്രമേ ഉള്ളൂ ടാസ്ക്. ബിക്കോസ് എനിക്കറിയാം നമ്മളെല്ലാവരും തന്നെ ഗോസസിലൂടെ ആപ്ലിക്കേഷൻസ് പഠിക്കാതെ ഒരാൾ എക്സാമിന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടേ പോവുള്ളൂ. അങ്ങനെ പോകുമ്പോഴും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പോയിന്റാണ്. അതിനുവേണ്ടി നിങ്ങൾ ധാരാളം പ്രീവിയസ് ഇയർ ഒക്കെ ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് മൊത്തം ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തു, കഴിഞ്ഞ ആഴ്ചയും ചെയ്തു, ഇപ്പോഴും ചെയ്തു. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വൃത്തിയായിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റഡ് ആയിട്ടുള്ളത് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ കോൺസെപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും ഇപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യണം, പറ്റും, ചെയ്ത് നോക്കണം. പ്രീവിയസ് ഇയറും NCERTയിലെ സോൾഡ്, അൺസോൾഡ്, അഡീഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിങ്ങൾക്ക് പറയാനുള്ള, പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അത് മാത്രമല്ല നല്ലൊരു ചാപ്റ്റർ അല്ലേ, പഠിക്കാൻ രസമുള്ളൊരു ചാപ്റ്റർ ആണ്. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.